ക്ഷേത്രം 12ാം നൂറ്റാണ്ടിനു മുൻപ് പോലനാട് രാജാക്കന്മാരായ പോളാർ തിരുമാരുടേതായിരുന്നു. കല്ലായിപ്പുഴയുടെ വലതുവശത്തുള്ള കൊക്കോഴിക്കോടായിരുന്നു പോലനാട് രാജാക്കന്മാരുടെ ആസ്ഥാനം. അന്ന് തളിക്ഷേത്രത്തിന്റെ ഊരായ്മ മൂസതുമാർക്കായി നിശ്ചയിക്കപ്പെട്ടിരുന്നു. 12ാം നൂറ്റാണ്ട് മുതൽ രാജ്യവികസന യജ്ഞങ്ങളിൽ വ്യാപൃതരായി തീർന്ന നെടിയിരിപ്പ് സ്വരൂപമെന്ന സാമൂതിരി രാജവംശം അക്കാലത്ത് പോലനാട് ആക്രമിക്കുവാൻ ആരംഭിച്ചു. സാമൂതിരിയുടെ രാജ്യമായ ഏറനാടിന് സമുദ്രതീരമുണ്ടായിരുന്നില്ല. ഐശ്വര്യത്തിലേക്കുള്ള പാത സമുദ്ര വ്യാപാരത്തിലൂടെയാണെന്ന് മനസ്സിലാക്കിയ സാമൂതിരി അതുകൊണ്ട് തന്നെയാണ് സമുദ്രതീര സാമീപ്യമുള്ള പോലനാടിനെ ആക്രമിക്കുവാൻ ഒരുമ്പെട്ടത്. ആക്രമണസന്നദ്ധമായ സാമൂതിരിയുടെ സൈന്യത്തെ നേരിടുവാൻ പോളാതിരി വടക്കേ മലബാറിലെ കോലത്തുനാട്ട് രാജാവായ കോലത്തിരിയുമായി സഖ്യത്തിലേർപ്പെട്ടു. ഇതിന് മറുപടി എന്ന പോലെ സാമൂതിരി പുറക്കിഴനാട് സ്വരൂപത്തിന്റെ അധിപനായ പോറാട്ടിരിയുമായി സഖ്യം ചേർന്ന് പോറാട്ടിരിയുടെ മന്ത്രിമുഖ്യനും നയതന്ത്രജ്ഞനുമായ മങ്ങാട്ടച്ചനെ സ്വന്തം ഉപദേഷ്ടാവായി സ്വീകരിച്ച് യുദ്ധം ആരംഭിച്ചു. അരനൂറ്റാണ്ടുകാലം ഇടവിട്ട് നടന്ന യുദ്ധത്തിനൊടുവിൽ പോളാതിരി പരാജിതനായി. കൊക്കോഴിക്കോട് ദേശം ഏറാടുകൾ പിടിച്ചെടുത്ത് അവിടുള്ള വേളാപുരം എന്ന സ്ഥലത്ത് കോട്ടയും കൊട്ടാരവും നിർമ്മിച്ചു. കോവിലും കോട്ടയും നിലനിന്ന കോവിൽക്കോട്ട എന്ന സ്ഥലം പിൽക്കാലത്ത് കോഴിക്കോടായി അറിയപ്പെട്ടു. സാമൂതിരിമാർ കോഴിക്കോട്ട് കേന്ദ്രമാക്കി ഭരണം ആരംഭിക്കുകയും തളി അവരുടെ പ്രധാന ക്ഷേത്രമായി മാറുകയും ചെയ്തു. സാമൂതിരി വംശത്തിന്റെ പ്രൗഢിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകം പോലെയായിരുന്നു തളി ക്ഷേത്ര സങ്കേതം. 15ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ സാമൂതിരി രാജവംശത്തിന്റെ മൂർധന്യമായപ്പോൾ തളിക്ഷേത്രത്തിന്റെ നിലവറയിൽ സ്ഥിരം സൂക്ഷിപ്പായി 100-ലധികം കുതിരച്ചുമട് സ്വർണവും സ്വർണ്ണ നാണയങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ് കണക്ക്. തളിക്ഷേത്രം കേന്ദ്രമാക്കി ഭരണം നടത്തിയ സാമൂതിരിമാർക്ക് എതിരായിരുന്നു അവിടുത്തെ ഊരാളന്മാരായ മൂസതുമാർ. ഇവർ പോളാതിരിയോട് കൂറുപുലർത്തുന്നവരായിരുന്നു. ബ്രാഹ്മണരായിരുന്നതിനാൽ ഇവർക്ക് സാമൂതിരി കോവിലകത്ത് വളരെയേറെ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. ഒരിക്കൽ പന്തലായിനി കൊല്ലത്തെ കോലസ്വരൂപത്തിന്റെ ശാഖയിലുള്ള ഒരു തമ്പുരാൻ ബ്രാഹ്മണ വേഷത്തിൽ സാമൂതിരി കോവിലിനകത്ത് കടന്നുകൂടി. സുന്ദരനും വിദ്വാനുമായിരുന്ന ഈ തമ്പുരാനെ ഒരു തമ്പുരാട്ടി കണ്ടു മോഹിക്കുകയും സാമൂതിരിയുടെ കോപം ഭയന്ന് അവർ തളിമൂസതുമാരുടെ സഹായത്തോടെ തിരുവളയനാട്ടിലെ ഉത്സവത്തിരക്കിൽ സാമൂതിരി കോവിലകത്തു നിന്നും ഓടി രക്ഷപ്പെട്ട് പന്തലായിനി കൊട്ടാരത്തിലെത്തുകയും ചെയ്തു. വിവരമറിഞ്ഞ സാമൂതിരി തമ്പുരാട്ടിയെ തന്റെ വംശത്തിൽ നിന്ന് ബഹിഷ്കരിച്ച് അവകാശങ്ങൾ റദ്ദാക്കി. ഒപ്പം കോലത്തുനാട് ആക്രമിക്കുവാൻ കൽപ്പിച്ചയക്കുകയും ചെയ്തു. തന്റെ അനന്തരവൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കിയ കോലത്തിരി രാജാവ് പന്തലായിനിയും തളിപ്പറമ്പ് ക്ഷേത്രത്തിന്റെ കോയ്മയും സാമൂതിരിക്ക് നൽകി സന്ധി ചെയ്തു. ബ്രാഹ്മണരായിരുന്നുവെങ്കിലും ഈ ദുർപ്രവൃത്തിക്ക് സഹായം ചെയ്ത മൂസതുമാരെയും സാമൂതിരി ശിക്ഷിച്ചു. അവരെ ഊരായ്മയിൽ നിന്ന് ഒഴിവാക്കി. അധികാരം നഷ്ടപ്പെട്ട മൂസതുമാർ അധികാരം തിരികെ കിട്ടുവാൻ ക്ഷേത്രത്തിൽ വടക്കിരിക്കൽ എന്ന പട്ടിണിവ്രതം ആരംഭിച്ചു. സമ്മർദ്ദങ്ങൾക്ക് സാമൂതിരി വഴങ്ങാതെയായി. ദീർഘകാലം പട്ടിണിവ്രതം നോറ്റ് മൂസതുമാർ പരലോകം പ്രാപിച്ചു. തളി മൂസതുമാരുടെ മരണം കാലാന്തരത്തിൽ പ്രാശ്നികന്മാർ ബ്രഹ്മഹത്യാ പാപമായി വ്യാഖ്യാനിച്ച് പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ചു. 1309 പ്രായശ്ചിത്ത വിധി പ്രകാരം ഇവിടെ വർഷം തോറും തുലാമാസത്തിലെ രേവതി നാളിൽ തുടങ്ങി തിരുവാതിര വരെ 7 ദിവസം ബ്രാഹ്മണ ഭോജനവും വിദ്വൽ സദസ്സും നടത്തുവാനും 101 സ്മാർത്തന്മാർക്ക് 101 പണം വീതം ദാനം നൽകുവാനും ആരംഭിച്ചു. തെക്കേ ഇന്ത്യയിൽ സംസ്കൃത ഭാഷയ്ക്ക് പൊതുവെയും കേരളത്തിലെ ശാസ്ത്ര സാഹിത്യ ശാഖയ്ക്ക് പ്രത്യേകിച്ചും ഒരനുഗ്രഹമായി തീർന്ന രേവതി പട്ടത്താനത്തിന്റെ ഉത്ഭവം ഇങ്ങനെയാണ്. രേവതി പട്ടത്താനം മുഴുവൻ നടന്നിരുന്നത് തളി ക്ഷേത്രത്തിലെ ഉള്ളിൽ വെച്ചായിരുന്നു. സംസ്കൃതത്തിലെ ഭട്ടമീമാംസ, പ്രഭാകരമീമാംസ, വ്യാകരണം, വേദാന്തം, ഈ 4 വിഷയത്തെ പറ്റിയിട്ടും ചർച്ച ചെയ്തിരുന്നു. ക്ഷേത്രത്തിലെ തെക്കേ വാതിൽ ഭാഗത്തിലായിരുന്നു ഭട്ടമീമാംസയും പ്രഭാകരമീമാംസയെ പറ്റിയിട്ടുള്ള ചർച്ച. വടക്കേ വാതിൽ ഭാഗത്തിൽ വെച്ചിട്ടായിരുന്നു വ്യാകരണത്തിൻ്റെയും വേദാന്തത്തെയും പരിശോധിച്ച് അന്ന് പ്രശസ്തരായ പണ്ഡിതരെല്ലാം അതിൽ പങ്കെടുത്തിരുന്നു. തളിക്ഷേത്രത്തിന്റെ വലിയമ്പലമാണ് പട്ടത്താനവേദി. ഭട്ടദാനമെന്ന പട്ടത്താനം തളിയിൽ നടക്കുന്നതിനാൽ അത് തളിയിൽ താനമായും അറിയപ്പെടുന്നു. പണ്ഡിതനായ കോക്കുന്നത്ത് ശിവാങ്കളുടെ ഉപദേശമനുസരിച്ച് സാമൂതിരി പ്രായശ്ചിത്തമായി തുടങ്ങിയ ഈ പണ്ഡിത പൂജ കോഴിക്കോട് തളിക്ഷേത്രത്തിൽ 1309 തുടങ്ങിയെന്ന് ചരിത്രരേഖകൾ പറയുന്നു. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് പട്ടത്താനം നിലച്ചുപോയി. പിന്നീട് 1856 മരണമടഞ്ഞ സാമൂതിരിയുടെ കാലത്ത് വീണ്ടും തുടങ്ങി.
1910 അവസാനമായി പരമ്പരാഗത രീതിയിൽ പട്ടത്താനം നടക്കുകയുണ്ടായി. 2002 ശേഷം തളി ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ പട്ടത്താന മഹാമഹം നടത്തിവരുന്നു. കേരള ബ്രാഹ്മണരിലെ 2 യോഗക്കാരായിരുന്ന ചെറിയന്നൂർ കോതമംഗലം വിഭാഗത്തിലെ പണ്ഡിതന്മാരാണ് പട്ടത്താനത്തിൽ പങ്കെടുത്തിരുന്നത്. മീമാംസ, വേദാന്തം, വ്യാകരണം എന്നിവയിലെ പാണ്ഡിത്യമാണ് മത്സരാടിസ്ഥാനത്തിൽ പരീക്ഷിച്ചിരുന്നത്. മീമാംസ, വേദാന്തം എന്നിവ ക്ഷേത്രത്തിനകത്ത് വെച്ചും തർക്കവ്യാകരണങ്ങൾ ക്ഷേത്രത്തിന് പുറത്തു വെച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. തെക്കേ വാതിൽ മാടത്തിൽ തെക്കേ അറ്റത്ത് പ്രഭാകര മീമാംസ, അതിന് വടക്ക് ഭട്ടമീമാംസ, വടക്കേ വാതിൽ മാടത്തിൽ വേദാന്തം, അതിന് തെക്കുവശത്ത് വ്യാകരണം എന്ന രീതിയിലാണ് വാക്യാർത്ഥ സദസ്സുകൾക്ക് സ്ഥാനം നൽകിയിരുന്നത്. കേരളത്തിലെ സാംസ്കാരിക ചരിത്രത്തിൽ അറിയപ്പെടുന്ന 18 കവികളുടെ ആസ്ഥാന സദസ്സായിരുന്നു സാമൂതിരി രാജാവിൻ്റേത്. ആദ്യകാലത്ത് കേരളത്തിൽ നിന്നുള്ള പണ്ഡിതന്മാരായിരുന്നു പട്ടത്താനത്തിൽ പങ്കെടുത്തിരുന്നതെങ്കിലും പിൽക്കാലത്ത് പരദേശി പണ്ഡിതരും ഇവിടെയെത്തി പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. വേദന്യായാദി ശാസ്ത്രങ്ങളിൽ അതീവ പാണ്ഡിത്യമുണ്ടായിരുന്ന ഉദ്ദണ്ഡ ശാസ്ത്രികൾ കാഞ്ചീപുരത്തിനടുത്തുള്ള ലാടപുരത്തു നിന്ന് ഭാരത പര്യടനം കഴിഞ്ഞ് സാമൂതിരി സദസ്സിലെത്തി 12 വർഷത്തോളം പട്ടത്താനത്തിൽ വിജയിയായി കഴിയുകയുണ്ടായി. ഉദ്ദണ്ഡ ശാസ്ത്രികളുടെ പട്ടത്താന ആധിപത്യം അവസാനിപ്പിച്ചത് പൊന്നാനി താലൂക്കിലെ കാക്കശ്ശേരി ഇല്ലത്ത് ജനിച്ച ദാമോദരൻ എന്ന കാക്കശ്ശേരി ഭട്ടതിരിയാണ്. ശാരീരികമായി ഉയരക്കുറവുള്ള കാക്കശ്ശേരി ഭട്ടതിരിക്ക് വലിയമ്പലത്തിലേക്ക് കയറുവാനായി ഉണ്ടാക്കിയ ഉയർന്ന ചവിട്ടുപടി ഇവിടെ ഇപ്പോഴും കാണാം. സാമൂതിരിയാണ് വിജയികളാകുന്ന പണ്ഡിതർക്ക് പണക്കിഴി നൽകി അനുഗ്രഹം വാങ്ങുന്നത്. കിഴിയിൽ 101 പണം വീതമുണ്ടായിരിക്കും. ഇത് 385 പറ നെല്ലിന്റെ വിലയായിരുന്നു. ക്ഷേത്രത്തിൽ അർദ്ധനാരീശ്വരന്മാർക്ക് മാത്രമല്ല ശ്രീകൃഷ്ണനും പ്രത്യേക ശ്രീകോവിലുണ്ട്. ശ്രീ മഹാദേവനും ശ്രീകൃഷ്ണനും തുല്യ പ്രാധാന്യത്തോടെ ഇവിടെ ആരാധിക്കപ്പെടുന്നു. തളിക്ഷേത്രത്തിൽ പ്രതിഷ്ഠാമൂർത്തികൾ ശൈവ വൈഷ്ണവ ഭാവത്തിൽ കാണപ്പെടുന്നു. ചുറ്റമ്പലത്തിനുള്ളിൽ ശിവക്ഷേത്രത്തിന് അഭിമുഖമായി പടിഞ്ഞാറ് ദർശനത്തോടെ ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ശിവക്ഷേത്രത്തിൻ്റേതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനും കൊടിമരമുണ്ട്. തളിയിലെ ശിവത്രിക്കോവിലുമായി താരതമ്യം ചെയ്യുമ്പോൾ കൃഷ്ണശ്രീകോവിലിന് കാലപ്പഴക്കം കുറവാണ്. ജന്മാഷ്ടമി ശ്രീകൃഷ്ണ നടയിലെ പ്രധാന ദിവസമാണ്. തളിക്ഷേത്രത്തിലെ പൂജകൾ ക്രമപ്പെടുത്തിയത് കുന്നത്ത് ശിവാങ്കൾ എന്ന ഋഷിവര്യനാണെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രതന്ത്രം ചേന്നാസ്മനയുടെ നിയോഗമാണ്. മഹാക്ഷേത്രങ്ങളിലേതുപോലെ 5 പൂജയും 3 ശീവേലിയും നിത്യവും ഇവിടെയുണ്ട്. തളിക്ഷേത്രത്തിലെ പ്രദക്ഷിണം സവിശേഷമായ രീതിയിൽ ചിട്ട ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ക്ഷേത്രദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾ ആദ്യം ശ്രീകോവിലിന്റെ പാർശ്വഭാഗത്തുള്ള നരസിംഹമൂർത്തിയെ നമസ്കരിക്കണം. അസുര നിഗ്രഹത്തിനായി അവതരിച്ച നരസിംഹാവതാരമൂർത്തിയെ ഇവിടെ ഉപദേവനായി പൂജിക്കുന്നു.
ഇതിനുശേഷം ശിവത്രിക്കോവിലിൽ ദർശനം നടത്തണം. അർദ്ധപ്രദക്ഷിണ രീതി അവലംബിക്കുന്ന ശ്രീകോവിൽ ഇടത്തോട്ട് പ്രദക്ഷിണം ചെയ്യുമ്പോൾ തളി ഗണപതിയെ തൊഴണം. ശ്രീകോവിലിന് ചുറ്റും വലത്തോട്ടുള്ള പ്രദക്ഷിണ മാർഗത്തിൽ തേവാര ഗണപതിയെ കണ്ടു തൊഴണം. ചേന്നാസ് കോവിലകത്തെ തേവാരമൂർത്തിയാണ് ഐശ്വര്യദായകനായ തേവാര ഗണപതിയായി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. തേവാര ഗണപതിയെ തൊഴുത് നാലമ്പലം ചുറ്റുന്നതിനു മുൻപ് ശ്രീകോവിലിന്റെ വലതുഭാഗത്തുള്ള ഭഗവതിയെ വന്ദിക്കണം. തുടർന്ന് മതിലകത്തിനുള്ളിലെ പ്രദക്ഷിണവേളയിൽ ശ്രീ അയ്യപ്പനെയും തേവാരം ഭഗവതിയെയും നാഗദൈവങ്ങളെയും തൊഴുക. അതിനുശേഷം ശിവത്രിക്കോവിലിന് അഭിമുഖമായി വിരാജിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ വന്ദിച്ച് വലം വയ്ക്കുക. കൃഷ്ണശ്രീകോവിലിന് പിന്നിലായി സാമൂതിരിയുടെ കുലപരദേവതയായ വളയനാട്ട് ഭഗവതിയുടെ സങ്കല്പമുണ്ട്. വളയനാട്ടെ പള്ളിവാൾ ഇവിടെ പൂജിക്കപ്പെടുന്നു. വഴിയിൽ വളയനാട്ടമ്മയെ തൊഴുത് വലം വെച്ച് കഴിഞ്ഞ് മതിലകത്തിന് പുറത്തുള്ള പ്രദക്ഷിണ വഴി ചുറ്റി ക്ഷേത്രപാലനായ എരഞ്ഞിപുരാനെ തൊഴണം. എരഞ്ഞിപുരാൻ ക്ഷേത്ര സംരക്ഷകനായ ശിവഭൂതമായി സങ്കല്പിക്കപ്പെടുന്നു. ക്ഷേത്രപാല പ്രദക്ഷിണം കഴിഞ്ഞ് ഗോപുരത്തിലൂടെ പുറത്തെത്തുമ്പോൾ തളിക്ഷേത്രത്തിലെ ഒരു പൂർണ്ണ പ്രദക്ഷിണം അവസാനിക്കുന്നു. ഉദയാസ്തമന പൂജയാണ് ശിവക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. പാൽപായസവും ചന്ദനം ചാർത്തും ശ്രീകൃഷ്ണ ശ്രീകോവിലിലെ ഇഷ്ട വഴിപാടുകളാണ്. സവിശേഷമാണ് തളിക്ഷേത്രത്തിലെ ഗണപതി ഹോമം. ഇവിടെ നിന്നുകൊണ്ടാണ് ഗണപതി ഭഗവാന് ഹോമകുണ്ഡത്തിൽ ഹവിസുകൾ അർപ്പിക്കുന്നത്. ഇതിനായി ഉയർന്ന ഹോമകുണ്ഡം ഗണപതി ശ്രീകോവിലിന് സമീപം ഒരുക്കിയിരിക്കുന്നു. ഉയർന്നു നിന്നുകൊണ്ട് ഹോമക്രിയ ചെയ്യുന്ന സമ്പ്രദായം കേരളത്തിലെ മറ്റൊരു ക്ഷേത്രങ്ങളിലും കാണാനാവില്ല. ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ ഇവിടെ ഹോമാഗ്നിയിൽ നിന്ന് ഉയർന്നു നിന്നുകൊണ്ട് ഹവിസ് സ്വീകരിക്കുന്നു എന്നാണ് സങ്കല്പം.